89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത് ഒരു കോഴ്സിനെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓരോ പഠനങ്ങളാണല്ലോ. ഒരു കോഴ്സ് ആണെങ്കിലും അതൊരു പഠനമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നതും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞ് പഠിക്കാനായിട്ട് തന്നെയാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ മണി മാനേജ്മെന്റിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കൊരു സാലറി ഇൻകം നമുക്ക് വരുന്നു, അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ആ പൈസ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഒരു ആശങ്കപ്പെടുന്ന ഒരു പ്രശ്നമാണ്. സോ നമ്മളൊരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം എന്ന് നമുക്ക് ഉറപ്പാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാനായിട്ട് പോവാണ്. ആരോടാണ് ചോദിച്ചറിയുന്നത്, ആരാണ് ഉത്തരം പറയുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ നമ്മുടെ കൂടെ ഇന്നലെ സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ, പാർട്ണർ ഓഫ് JCM ആൻഡ് അസോസിയേഷൻ. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ സംശയങ്ങൾ തീർത്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് ഡെയിലി മെസ്സേജ് അയച്ചും കോൾ ചെയ്തും എൻ്റെ സമയം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എന്നാലും അതുപോലെയുള്ള കുറേ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് മണി മാനേജ്മെന്റ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്, ബുദ്ധിപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്, ചിന്തിച്ച് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് സാറിന് ഞാൻ ചോദിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. സോ ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം, മണി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, അതിന് വേണ്ട ഒരു ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഉയരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മണി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക നിയന്ത്രണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ഡിസിപ്ലിൻസും അതുപോലെ തന്നെ ഹാബിറ്റ്സും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു മണി മാനേജ്മെന്റിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിത വിജയത്തിന് കൃത്യമായ ഒരു മണി മാനേജ്മെന്റ് അത്യന്താപേക്ഷിതമാണ്. അതെ. അപ്പം ഇതിനകത്ത് കുറേ ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. ഇൻകം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം, കിട്ടുമ്പോഴല്ല, കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ ഇമ്പൾസ് സ്പെൻഡിങ് ഒഴിവാക്കുക. കാരണം നമുക്ക് അനാവശ്യങ്ങൾ ആയിരിക്കുമല്ലോ കൂടുതൽ, നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മളുടെ വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സേവിങ്സിന് മുൻഗണന. ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു 20% എങ്കിലും നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് അത് പിന്നീട് ബുദ്ധിമുട്ടാവും. അതുപോലെയാണ് നമ്മുടെ ഡെപ്റ്റ് കൺട്രോൾ. ഡെപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഇപ്പം ക്രെഡിറ്റ് കാർഡ്, അതുപോലെ പേഴ്സണൽ ലോൺസ്, ഇതൊക്കെയെന്ന് പറയാൻ നമ്മളെ വീണ്ടും കടങ്ങളിലേക്ക് വരുത്തി വെക്കുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ സാലറിയുടെ ഒരു 5 ഇരട്ടി അല്ല 10 ഇരട്ടിയാണ് ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് തരുന്നത്. അപ്പം ആ ലിമിറ്റ് പലരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കാരണം നമുക്ക് ഓഫേഴ്സ് ഉണ്ട്, ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ EMI ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് EMI കിട്ടുന്നുണ്ട്. അതൊക്കെ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അപ്പം നമ്മുടെ സാലറിയുടെ 5 ടൈംസ് നമുക്ക് അതിൻ്റെ ലിമിറ്റുണ്ട്. അപ്പോൾ ആ ലിമിറ്റിലേക്ക് പലരും കടന്നു പോകും. പിന്നെ ഇത് അടയ്ക്കാനാണ് നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അപ്പം നമ്മുടെ മണി മാനേജ്മെൻറ്റ് മുഴുവൻ താളം തെറ്റി. ആ ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ഇപ്പം ഡെയിലി കോൾസ് വരാറുണ്ട് അല്ലേ, നമുക്ക് പേഴ്സണൽ ലോൺ തരാം അപ്പം നമ്മൾ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ 18% തൊട്ട് മേളിലേക്കാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളത് കഴിവതും ഒഴിവാക്കുക. അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനിലേക്ക് നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നീട് വരുന്ന കാര്യമാണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളൊരു സേവിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പം ആദ്യത്തെ 2 മാസം ചെയ്തെന്ന് വരും. അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് ഉപേക്ഷിക്കാതെ അത് കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടൊരു മണി മാനേജ്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സേവിങ്സിന് മുൻതൂക്കം കൊടുക്കുക, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുക,
പിന്നെ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ EMI എടുക്കുന്നത് അല്ലേ, ഇപ്പം നമ്മൾ പലിശ എടുക്കുന്നതൊക്കെ നമ്മൾ 18% ഇൻട്രസ്റ്റിനൊക്കെ കാണുമ്പോൾ പക്ഷെ അവർ ഓഫർ ചെയ്യുന്ന തുക അത്രയും ആയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും അതിൽ ചെന്ന് വീഴാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക, സാലറിക്ക് മുന്നേ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ള ചില ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻസ് ഒക്കെ നമ്മൾക്ക് ഇപ്പം നമുക്കിപ്പോൾ സാറ് പറഞ്ഞു തന്നു. ഇതുപോലെ മണി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പറക്കാൻ കൊതിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് അറിയാനുള്ള സമയമാണ് ഇന്നത്തെ നമ്മുടെ ഉയരെ. അതിന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായേനെ, അല്ലെങ്കിൽ എത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയേനെ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പഠിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടറിയുന്നത്. സാധാരണ നമ്മളൊരു കോഴ്സാണ് ഉയരയിൽ പരിചയപ്പെടുന്നത്. ഇതും ഒരു കോഴ്സാണ്. നമ്മുടെ ഒരു ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, നമ്മളെല്ലാവരും ഒരുപോലെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മറ്റൊന്നുമല്ല, മണി മാനേജ്മെന്റ്. അതെങ്ങനെ മണി മാനേജ്മെന്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ള ചില ഡിസിപ്ലിൻസ് സാറ് പറഞ്ഞു തന്നു. അപ്പം അടുത്ത ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? അപ്പം ഹാബിറ്റ്സ് പറയാനായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ, പാർട്ണർ ഓഫ് JCM ആൻഡ് അസോസിയേഷൻ. സാർ, എന്തൊക്കെയാണ് മണി മാനേജ്മെന്റിന്റെ ആ മറ്റ് ഹാബിറ്റ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്? നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പഠിക്കണം. എന്ന് വെച്ചാൽ അത് ഒന്നുകിൽ നമുക്ക് എഴുതി വെക്കുക, എവിടെയെങ്കിലും ദിനം പ്രതിയുള്ള എക്സ്പെൻസസ് എഴുതി വെക്കുക. ഇപ്പം ആപ്സ് ഉണ്ട്, എല്ലാവരും മൊബൈലിലാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ആപ്പ് ഉണ്ട് നമ്മുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു കൺട്രോൾ കിട്ടും നമ്മുടെ എക്സ്പെൻസസ്. നമ്മളിത് വീണ്ടും ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ മന്ത്ലി ചിലപ്പോൾ നമ്മുടെ ആ ആപ്പിൽ കാണിക്കും ഇത്ര എക്സ്പെൻഡ് ചെയ്തു. അപ്പം നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുക. അപ്പം നമുക്ക് കുറെ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേണ്ടതാണ് ഒരു എമർജൻസി ഫണ്ട്. അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. ഒരു 6 മാസത്തെ നമ്മുടെ ഇൻകം എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം നമുക്കൊരു ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 6 months നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഉപാധി നമ്മൾ എപ്പോഴും കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അതുപോലെ വേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് കവർ. നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മുടെ ഈ സേവിങ്സ് മുഴുവൻ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പം കൃത്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അത് നമ്മുടെ ആ വരുന്ന ഇൻകത്തിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാൻ മിനിമം പറയുകയാണെങ്കിൽ ഒരു 10 lakhs to 15 lakhs ഇപ്പോൾ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് എടുത്തേ പറ്റും. കാരണം ഇപ്പോഴത്തെ മെഡിക്കൽ എക്സ്പെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 to 15 lakhs അത് ഫാമിലി ഫ്ലോട്ടർ എടുത്താൽ മതി. ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല. ഫാമിലി ഫ്ലോട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാം, ഫാമിലി ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അപ്പം ആ ഒരു ഓപ്ഷനൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നാൽ നമ്മുടെ സേവിങ്സ് അതോടെ നഷ്ടമാവും. പിന്നീടുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഹാബിറ്റ്. SIP പോലെ ഉള്ള ഇൻവെസ്റ്റിംഗ് ഹാബിറ്റ്സ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഓട്ടോ ഡെബിറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും, ഇൻകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആ ഹാബിറ്റ് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പീരിയോഡിക് റിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ 6 മാസം അല്ലെങ്കിൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ പീരിയോഡിക് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തു, നമുക്കിനിയും കൂട്ടണോ എന്നൊക്കെ നമുക്കൊന്ന് ഒരു പുനർചിന്തനം നടത്താം. അതുപോലെയാണ് നമ്മുടെ വരുമാനത്തിന് അനുസരിച്ച് മാത്രമേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ വരുമാനത്തിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ ഇപ്പം കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ നമ്മുടെ വരുമാനത്തിൻ്റെ 3 ഇരട്ടി വരെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതെ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 50% മാത്രമേ സ്പെൻഡ് ചെയ്യാവുള്ളൂ. ബാക്കിയുള്ള 30% നമ്മുടെ, അതിനാണ് പറയുന്നത് 50-30-20 റൂൾ എന്നുള്ളത്. ആ ഒരു റൂളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ
നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാണ്ട് മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ 50-30-20 റൂൾ എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അത് സംഭവം, എങ്ങനെ നമുക്കത് യൂസ്ഫുൾ ആക്കി മാറ്റാം എന്നുള്ളത് ഇപ്പം സാറൊന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് പോകുമ്പോൾ ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അതെന്താണെന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ. സാർ, നമ്മൾ ഇന്ന് ഉയരയിൽ സാധാരണ കോഴ്സുകൾ, ഓരോ കോഴ്സ് അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ എബിലിറ്റീസ് ആണ് നമുക്ക് അതിന് വേണ്ടത്, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാറ്. പക്ഷേ ഇന്ന് ഇതും ഒരു പഠനമാണ്. ലൈഫിൽ നമ്മൾ പൈസ അങ്ങോട്ട് ചിലവാക്കി തുടങ്ങുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഒരു ഡെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മണി മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയ പോയി സെർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മണി മാനേജ്മെന്റ് എനിക്ക് ഇല്ല എന്ന് തോന്നിയതിന് ശേഷം മാത്രമേ നമ്മളത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് നമ്മൾ മിക്കപ്പോഴും നമ്മളത് അതിലേക്ക് നമ്മൾ ആരായത്തുള്ളൂ. അപ്പം എന്തായാലും ഇന്ന് നമ്മളൊരു പഠനമാണ് മണി മാനേജ്മെന്റ് എന്താണ്, എങ്ങനെ നമുക്കത് ബെനിഫിറ്റ് ആക്കി മാറ്റാം, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ മണി മാനേജ്മെന്റിന് ബേസിക്കലി വേണ്ട ഹാബിറ്റ്സും ഡിസിപ്ലിൻസും ഒക്കെ പറഞ്ഞു. അത് പറഞ്ഞ് അങ്ങോട്ട് അവസാനിച്ചപ്പോൾ സാർ പറഞ്ഞൊരു കാര്യമാണ് 50-30-20 റൂൾ എന്ന് പറഞ്ഞത്. ഈ എഫക്റ്റീവ് സ്പെൻഡിങ്ങിൽ ഈ ഒരു റൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് വ്യക്തമാക്കാവോ? 50-30-20 റൂൾ എന്ന് പറയുന്നത് നമ്മുടെ മണി സ്പെൻഡിങ്ങിന്റെ ഒരു റൂളാണ്. അപ്പം അതിനകത്ത് പറയുന്നത് നമ്മുടെ ഒരു ബഡ്ജറ്റിംഗ് ഫ്രെയിം വർക്ക് എങ്ങനെ ഈ 50-30-20 റൂളിൽ വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിംഗ് ഫ്രെയിം വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 50% എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് എന്ന് വെച്ചാൽ അത്യാവശ്യങ്ങൾ, അത് നമ്മുടെ 50% ഒതുക്കണം. 50% നമ്മുടെ അത്യാവശ്യങ്ങളൊക്കെ നടക്കണം, നീഡ്സ്. അത് കഴിഞ്ഞിട്ടുള്ള 30% എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാണ്ട്സ് ആണ്, ആഗ്രഹങ്ങൾ. പിന്നെയുള്ള 20% എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ വരുമാനം എന്ന് പറയുന്ന ആഫ്റ്റർ ടാക്സ് ഒക്കെ വരുന്ന ആ വരുമാനത്തിൻ്റെ 50% നമ്മുടെ നീഡ്സിന് ഉപയോഗിക്കുക. പിന്നെയുള്ള 30% വാണ്ട്സ്, പിന്നെയുള്ള 20% സേവിങ്സ്. ഇതൊരു റൂൾ എന്നുള്ളതേ ഉള്ളൂ. സേവിങ്സ് കൂട്ടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയാണ്. അപ്പൊ ഈ 50 നീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ റെന്റ്, EMI, പിന്നെ ഉള്ളത് നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ്, ഗ്രോസറി, നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും ഏകദേശം 50% വേണം നമ്മൾ ചെയ്യാൻ. അതെ. അന്നപ്പം ചില സമയങ്ങളിൽ നമ്മുടെ ഇപ്പൊ മെട്രോ സിറ്റീസിലൊക്കെ ചിലപ്പോൾ 50 മേളിലേക്ക് പോവായിരിക്കും. അപ്പൊ നമ്മുടെ വാണ്ട്സ് കുറയ്ക്കുക, ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാതെ വാണ്ട്സ് കുറയ്ക്കുക. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വാണ്ട്സ് എന്ന് പറയുന്നത് നോർമലി അറിയാമല്ലോ, നമ്മുടെ ഔട്ടിങ്, ചിലപ്പം നമ്മള് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ഫുഡ്, പിന്നെ വെക്കേഷനിൽ ട്രാവലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ പുതിയ മൊബൈൽ കാണുമ്പോൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. പിന്നെ ഈ വാൻസ് എന്ന് പറഞ്ഞപ്പം ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് പ്രൈസ് ടാഗ് നോക്കാതെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റുമെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് പറഞ്ഞത്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ ഈ പ്രൈസ് ടാഗ് നോക്കി ഓക്കെ വേണ്ട, ഇപ്പം വേണ്ട, പിന്നെ മതി എന്ന് നമ്മൾ മാറ്റി വെക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള സാറിന്റെ ഒരു ഇതെന്താണ്? അതെന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ കാശിനേക്കാൾ അപ്പുറത്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ ഫിനാൻസ് അല്ല മെയിൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം പറയാനുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് ഞാൻ കുറച്ചും കൂടി പറയാം. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടറിയാം. ഓക്കെ, അപ്പം ഈ നമ്മുടെ 50% നമ്മൾ നമ്മുടെ നീഡ്സിന് കൊടുത്തു, 30% നമ്മുടെ വാണ്ട്സ് ആൻഡ് 20% ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതിന് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇത് രണ്ടും എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെടുന്നത്? ഈ രണ്ടും ഒരേ അർത്ഥം വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ എങ്ങനെയായിരിക്കും? ഇല്ല, സേവിങ്സ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ എമർജൻസി ഫണ്ട്സ്, നമുക്ക് എത്രയും ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട്സ് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ എമർജൻസി ഫണ്ട്സ് ഒക്കെ അങ്ങനെ നമ്മളൊരു ലിക്വിഡ് ഫണ്ടിലേക്ക് വേണം ഇടാൻ, എന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ നമുക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ചാർജസ് ഒന്നും വരാതെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സേവിങ്സ് നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോങ് ടൈം അല്ല ഷോർട്ട് ടൈമിലേക്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ്. അത് നമുക്ക് കുറെ നാളത്തേക്ക് അതിലേക്ക്
ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു ഗോൾസ് കാണും. ചിലപ്പോൾ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കാനാവാം. അങ്ങനെയുള്ള ലോങ് ടൈം ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഇപ്പോൾ കിഡ്സിന് വേണ്ടി, കിഡ്സിൻ്റെ എഡ്യൂക്കേഷന്, അതിനൊക്കെ വേണ്ടി നമുക്ക് കീപ്പ് ചെയ്യാം. അതെല്ലാം ലോങ് ടൈമിലേക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ കഴിവതും റിട്ടയർമെന്റിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്സിലോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ലോങ് പീരീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ സമയത്തേക്ക് വേണ്ടി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളൊന്ന് സാറൊന്ന് പറഞ്ഞു തരണം. ഈ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ്, അതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ. അപ്പം അതിനെക്കുറിച്ച് ആളുകൾക്ക് ഇന്നും ഒരു സംശയമുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതായിരിക്കും നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സോ വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ. സാർ, നമ്മളിന്ന് മണി മാനേജ്മെന്റിനെ കുറിച്ച് നമ്മളിന്ന് കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ മുമ്പ് ഒരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നുള്ളൊരു സംഭവം. പ്രൈസ് ടാഗ് നോക്കാതെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങണം എന്നുള്ളൊരു സംഭവം നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോഴാണ് സാർ പറഞ്ഞത് ഓക്കെ, അത് ഫൈനാൻഷ്യൽ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് പിന്നീട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. സോ പറഞ്ഞാട്ടെ, ഞങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ പണം ജീവിതത്തിലെ ഡിസിഷൻസ് നിയന്ത്രിക്കാത്ത ഒരവസ്ഥ. കാരണം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, സാമ്പത്തികം മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഡെറ്റ് ഫ്രീ ലൈഫ് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലെ കുറേ കോർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഡെറ്റ് ഫ്രീ ലൈഫ്. എനിക്ക് കടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കടങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഉള്ളതെന്ന് പറയുന്ന എമർജൻസിക്ക് ഉള്ള ഫണ്ട്. എമർജൻസി ഫണ്ട് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ്. അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ സാലറി നിന്ന് പോയാലും നമുക്ക് ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഇൻകമോ, അല്ലെങ്കിൽ നമുക്കൊരു റെൻ്റൽ ഇൻകമോ, നമുക്കൊരു വേറൊരു വീടുണ്ടെങ്കിൽ റെൻ്റൽ ഇൻകമോ, അങ്ങനെ പല ഇൻകം നമുക്ക് വേറെ ജനറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഒരു ജോലി പോവോ, അല്ലെങ്കിൽ എനിക്കൊരു സുഖമില്ലാതെ വരുമോ, അങ്ങനെ എന്തെങ്കിലും ആയാലും എനിക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല. എപ്പോഴും എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. പിന്നെയാണ് നമുക്ക് ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടി നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ സേവിങ്സ് ഹാബിറ്റ്സ് തുടങ്ങി വെക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ കിഡ്സിൻ്റെ എഡ്യൂക്കേഷന്, അല്ലെങ്കിൽ വീട് മേടിക്കാൻ, അങ്ങനെയുള്ള അതിനാണല്ലോ നമ്മൾ എപ്പോഴും ലോൺ എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ആ ഒരു വെൽത്ത് കോർപ്പസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. പിന്നെ ഒരു പാസീവ് ഇൻകം നമ്മുടെ ലിവിങ് എക്സ്പെൻസിന് മേളിലായിരിക്കണം. എന്നുവെച്ചാൽ പാസീവ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഇൻകം, സാലറി ഉള്ള ആളാണെങ്കിൽ അത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ഇൻകം വേറെ ജനറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് സാറ് പറഞ്ഞു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആൻഡ് ഇതിനകത്തെല്ലാം നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പം സ്പെൻഡിങ് എങ്ങനെ നമുക്ക് ബെനിഫിഷ്യൽ ആക്കി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഒരു റൂളിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിളോട് കൂടെ ഇപ്പം സാർ അത് വ്യക്തമാക്കി. അപ്പം ഇനി എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എഫക്റ്റീവ് ആക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് കേട്ടറിയാം ഉയരയിലൂടെ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്, മണി മാനേജ്മെന്റിനെ കുറിച്ചാണ്. സോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ, പാർട്ണർ ഓഫ് JCM & Associations.
നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് എഫക്റ്റീവ് സ്പെൻഡിങ് എങ്ങനെ നമുക്ക് നടത്താം എന്നുള്ള കാര്യം ഒരു 50-30-20 റൂളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആൻഡ് സ്പെൻഡിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓരോരുത്തർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇൻകം വ്യത്യസ്തമാവുന്നുണ്ട്, അവരുടെ ചെലവ് വ്യത്യസ്തമാവുന്നുണ്ട്. സോ പേഴ്സൺ ടു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ആ ഒരു ശതമാനം വ്യത്യസ്തമാവുന്നുണ്ട്. സോ എങ്ങനെ നമ്മുടെ ഈ ഒരു സാലറി അല്ലെങ്കിൽ ഇൻകം ഒക്കെ മനസ്സിലാക്കി എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? പലപ്പോഴും നമുക്കൊരു പേടിയാണ്. ഇപ്പം മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമുക്കൊന്ന് ഇറക്കാനായിട്ടൊന്ന് പേടിയാണ്. ഇത് നിലനിൽക്കുവോ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വരുമാനം, അല്ലെങ്കിൽ ഇത് എൻ്റെ മുൻകാല ഭാവിക്ക് വേണ്ടി ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ പരസ്യത്തിനകത്താണെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും അവസാനം ഭയങ്കര സ്പീഡിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തയ്യാറാവാനായിട്ട്, എങ്ങനെ എഫക്റ്റീവ് ആക്കി അത് ചെയ്യാനായിട്ട് പറ്റും? ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. വൺസ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എമർജൻസി ഫണ്ട്, അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ബാങ്ക് FDO അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കത് ലിക്വിഡ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് മാത്രമേ എമർജൻസി ഫണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവൂ. പിന്നെ ഉള്ളത് ഇൻഷുറൻസ് രണ്ടും ഉണ്ട്. ഹെൽത്ത് കവറും ഉണ്ട്, അതുപോലെ ടേം ഇൻഷുറൻസും ഉണ്ട്. കാരണം രണ്ടും നമ്മൾ എടുത്തിരിക്കണം കഴിവതും. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ സേവിങ്സ് നഷ്ടപ്പെടാം. അപ്പം അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണത്. അതെല്ലാവരും മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൂടാതെയാണ് ഒരു ഡെറ്റ് ഫ്രീ പ്രയോറിറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കഴിവതും ലോൺസ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ പേഴ്സണൽ ലോൺസ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ലോൺസ് കഴിവതും ഒഴിവാക്കുക. അപ്പം അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു തുടക്കമായെന്ന് പറയാം. പിന്നെ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് വേണം നമ്മുടെ അലോക്കേഷൻ വരാൻ. ഇൻകം ആൻഡ് എക്സ്പെൻസിനനുസരിച്ചാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേഷൻ വരാൻ. ഇപ്പം ഒരു ലോ മോഡറേറ്റ് ഇൻകം ഉള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10-15% ഒക്കെ ഇൻവെസ്റ്റ് സേവിങ്സിലേക്ക് മാറ്റാൻ പറ്റുള്ളായിരിക്കും, അല്ലേ? അത്രയും ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പെൻസ് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് അത്രേ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 10-15%-നകത്ത് ഒരു 70-80% ഒരു ബാങ്ക് FDO അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ RDO, PPFO അങ്ങനെ അതിൽ നിക്ഷേപിക്കുക ഒരു 70-80%. ബാക്കി ഒരു 20-30% എന്ന് പറയുന്നത് ഒരു SIP-ൽ, ഒരു ബാലൻസ് ഫണ്ടിലോ അഡ്വാൻറ്റേജ് ഫണ്ടിലോ അങ്ങനെ ഒരു SIP-ൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്കതൊരു മാനേജ്, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സേഫ്റ്റി പ്ലസ് ലിക്വിഡിറ്റി പ്ലസ് അവർക്ക് വെൽത്ത് സ്ലോലി ബിൽഡ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് അതിൽ. ഞാൻ ഈ പറഞ്ഞ 10-15% രണ്ടാക്കി ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മിഡിൽ ഇൻകം ഉള്ളവരാണെങ്കിൽ അവർക്കൊരു സേവിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ 20-30% വരെ അവർക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതിലൊരു 50-60% അവർക്ക് ഈ പറഞ്ഞ ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ലോങ് ടൈമിലേക്കാണ്. ഇക്വിറ്റി ഫണ്ട്സ് എല്ലാം ലോങ് ടൈമിലെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇക്വിറ്റി ഫണ്ടിലേക്ക് 50-60% അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെയുള്ള 20-30% ഒരു ഡെപ്റ്റോ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം. ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ടിൽ എപ്പോഴും ഒരു ഫിക്സഡ് ഇൻകം ആയിരിക്കും. മെയിൻലി പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പോലെയാണ് നമുക്ക് ഡെറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നത്. ഇക്വിറ്റിയിലാണ് മാർക്കറ്റിന്റെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പോൾ അതിലൊരു 20-30% അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ ഒരു 10-20% ഗോൾഡോ ETF അതുപോലെയുള്ള സംഗതിയിലേക്ക്. ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ വാല്യൂയിലുള്ള ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇക്വിറ്റി ഒക്കെ ആണെങ്കിൽ ഡിവിഡൻഡ് കിട്ടാം, പിന്നെ അതിന്റെ ഗ്രോത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 50-60% എന്ന് പറയുന്നത് ഇക്വിറ്റി പോലുള്ള ഫണ്ട്സിലും ഒരു 20-30% ഒരു ഡെറ്റ് ഓർ ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന ഫണ്ടില്, പിന്നെ 10-20 ഗോൾഡിൽ ചെയ്യും. പിന്നെ ഉള്ള ഹൈ ഇൻകം ഗ്രൂപ്പിനും അവർക്ക് സേവിങ് അവരുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 30-40%. അവർക്കപ്പോൾ അതുപോലെ അവരുടെ ആ ഇക്വിറ്റിയിലായ എമൗണ്ട് കൂട്ടാം, 60-70% ആക്കാം. അതുപോലെ ഡെറ്റിലാണേലും 10-20 ആക്കാം. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും.
ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ എഫക്റ്റീവ് ആക്കി മാറ്റാം എന്നുള്ളത് ആ ഒരു കണക്ക് പ്രകാരം സാർ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. മണി മാനേജ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ലേശം പാട്ടുകളാവാം. പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം മണി മാനേജ്മെന്റിനെ കുറിച്ച് നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ, പാർട്ണർ ഓഫ് JCMN അസോസിയേഷൻ. സാർ, നമ്മൾ ഇത് മണി മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിച്ചത്. എഫക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത്. ആൻഡ് ഒരുപാട് പരസ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ അത്രയും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ തയ്യാറാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആദ്യം മുതൽ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ അത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ഞാനിപ്പോൾ ഓൾറെഡി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ സെക്യൂർ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പം ഇപ്പം നമുക്കൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു 5 to 15 lakhs ഒക്കെ പോകാൻ വലിയ താമസമില്ല. അപ്പം അത് നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 10 to 15 lakhs ഒരു കവറേജ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ ആശുപത്രി എക്സ്പെൻസ് ഒക്കെ വെച്ചിട്ട് ഒരു 10 to 15 lakhs ഫാമിലി ഫ്ലോട്ടർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഫാമിലി ഫ്ലോട്ടർ ആകുമ്പം ഇൻഡിവിജ്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. അപ്പം നമ്മുടെ ഫാമിലിയിൽ ആർക്ക് വേണേലും അത് ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവർക്കും കൂടി ആ 15 lakhs യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഈ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് കോസ്റ്റ് അത്രയും കുറയ്ക്കാൻ പറ്റും. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടുകയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഹൈക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിൽ വരത്തില്ല. അപ്പോൾ അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പലരും ഈ എംപ്ലോയർ ഹെൽത്ത് കവർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേഴ്സണലായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസും കൂടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ആ എംപ്ലോയറിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് അവിടെ കട്ടാവുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് കിട്ടാതെ വരും. പല അസുഖങ്ങൾക്കും ചിലപ്പോൾ ഒരു 2 year വെയിറ്റിംഗ് പീരീഡ് കാണും. അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു എംപ്ലോയർ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്താലും നമ്മൾ പേഴ്സണലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സേഫ്റ്റി. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും വരാറുള്ള ഒരു കേസാണത്. പിന്നെ ഉള്ളത് നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. 80D അനുസരിച്ചിട്ട് ടാക്സ് ബെനിഫിറ്റ് ഇപ്പം ന്യൂ റെജീമൊക്കെ ആണെങ്കിൽ അത് ആർക്കും കിട്ടാതെ വരും. അത് 2 റെജീമുണ്ട് ഇപ്പം ടാക്സിൽ. അത് എല്ലാവർക്കും അറിയില്ല. പുതിയ ഇതനുസരിച്ച് 2 സ്കീമിലാണ് ഇപ്പം ടാക്സ് നമ്മൾ അടയ്ക്കുന്നത്. ഈ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ ടേംസ് ഞങ്ങൾക്ക് അറിയാത്തോണ്ടേ. അതിപ്പം ഈ 2-3 വർഷമായിട്ട് നമുക്ക് 2 ടാക്സ് റേറ്റ്സ് ഉണ്ട്. ഒന്ന് ഓൾഡ് റെജീം എന്നും പറയും, ന്യൂ റെജീം എന്നും പറയും. അപ്പോൾ ഓൾഡ് റെജീമിൽ നമുക്ക് ഈ പല ഡിഡക്ഷൻസും അവൈലബിൾ ആയിരുന്നു. ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ ഡിഡക്ട് ചെയ്യായിരുന്നു നമ്മുടെ ഇൻകത്തിൽ നിന്ന്. എന്നിട്ടുള്ള ബാലൻസിനായിരുന്നു നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ന്യൂ റെജീം അനുസരിച്ച് നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. അപ്പൊ നമ്മുടെ ടാക്സ് റേറ്റ് കുറഞ്ഞു. അപ്പം പലരും ഇപ്പൊ അതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അതെ, ഓൾഡ് റെജീമിലാണ് ഈ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രീമിയം നമുക്ക് 80D അനുസരിച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് അതിനുണ്ട്. പിന്നെ എല്ലാ ഇൻഷുറൻസിനും ഇപ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ പിന്നീട് റീഇംബേഴ്സ്മെന്റ് വേണ്ട, ഡയറക്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ്ലെസ് കാർഡ് കാണും. അത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് വേറെ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. ഇതൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കേട്ടറിയാം നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഇയറിയോൺ സർഗക്ഷേത്ര 89.6 FM. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ, പാർട്ണർ ഓഫ് JCM ആൻഡ് അസോസിയേഷൻ. സർ, നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് മണി മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത്. ദ വൺ ആൻഡ് ഓൺലി EMI. കാരണം നമ്മൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ പലരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് EMI എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് യൂസ്ഫുൾ ആണ്. പല അഭിപ്രായങ്ങൾ EMI കുറിച്ച് പലർക്കുമുണ്ട്. അതായത് അത് സംടൈംസ് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്, സംടൈംസ് അത് നമുക്കൊരു ആ ചേർത്ത് പിടിക്കൽ ഇച്ചിരി കനം കൂടുന്നുണ്ടോ എന്നുള്ളതൊരു താങ്ങാൻ പറ്റാത്തതായി മാറുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് EMI നമുക്ക് ബെനിഫിഷ്യൽ ആക്കി മാറ്റേണ്ടത്, അല്ലെങ്കിൽ എത്ര നാളെ വരെ നമുക്ക് ഈ ഒരു EMIനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും? സോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? സാർ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. EMI എന്ന് പറയുന്നത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളതാണ് EMIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് ഇന്ന് ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഇപ്പം EMI ഇപ്പൊ വീടുകൾക്ക് എടുക്കുക, ഹൗസിംഗ് ലോൺ ഉണ്ട്, കാർ ലോൺസ് ഉണ്ട്, ഗാഡ്ജറ്റ്സിന് എടുക്കാറുണ്ട്, പിന്നെ പേഴ്സണൽ ലോൺസ്, അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ EMI കുറെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വലിയ വിലയുള്ള വീടുകളൊക്കെ വാങ്ങിക്കണമെങ്കിൽ EMI തന്നെയാണ് നമ്മുടെ സേവിങ്സ് അനക്കാതെ നമുക്ക് EMI കൂടി തന്നെ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ നീഡ്സിൽ ഒതുക്കി കൊണ്ടുപോകാൻ പറ്റണം. നമ്മുടെ സേവിങ്സെ തൊടാതെ നമ്മുടെ നീഡ്സിൽ ഇത് അടച്ച് പോവുകയാണെങ്കിൽ EMI ഇസ് ബെറ്റർ. അപ്പൊ നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഹൗസിംഗ് ലോൺ ഒക്കെ എടുക്കുമ്പോൾ. കാർ ലോണിന്റെ കേസ് പറയുകയാണെങ്കിൽ കാർ ലോൺ എടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് പീരീഡ് കുറച്ചെടുക്കുക. ഇത്ര ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കും. കാരണം കാറിന്റെ വില എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്തോറും ഡിപ്രിസിയേറ്റ് ചെയ്ത് കുറഞ്ഞു വരികയാണ്. നേരെ മറിച്ച് ലാൻഡ് അല്ലെങ്കിൽ വീടിന്റെ ഒക്കെ മിക്കവാറും ഒക്കെ കൂടാറാവുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇച്ചിരി താന്നാണ് നിൽക്കുന്നത്. അപ്പം കാറിന്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് പീരീഡ് കുറച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന EMI എടുക്കുക എന്നുള്ളതാണ് കാർ ലോണിന്റെ കേസ്. പിന്നെ പേഴ്സണൽ ലോൺസും ക്രെഡിറ്റ് കാർഡ് ലോൺസും കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് നമ്മളെ തകർത്ത് കളയും. കാരണം ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാം, കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. പല കാര്യങ്ങൾക്കും നമുക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതാ കൃത്യം ദിവസം അടയ്ക്കാൻ പറ്റണം. അതിന്റെ ആ ഡ്യൂ ഡേറ്റിൽ നമ്മൾ മുന്നായിട്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഈസ് ഗുഡ്. അതർവൈസ് ഇറ്റ് വിൽ വേഴ്സ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോഴേ ചില ടിപ്സ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുവാണെങ്കിൽ സാറിന് എന്തായിരിക്കും പറഞ്ഞു തരാനുള്ള ടിപ്സ്? ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക് ഒത്തിരിയേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒത്തിരി ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്, ചിലപ്പം ഒരു ഓഫേഴ്സ് ഉണ്ട്, ചില കാർഡുകൾക്ക് നമുക്ക് ലോഞ്ച് ഫെസിലിറ്റി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ കൃത്യമായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളത് മാക്സിമം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 3 times 4 times ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും. നമ്മൾ ഉടനെ അത് EMIയിലേക്ക് മാറ്റും. EMI വരുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് 18 മേളിലേക്കൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോ മാസവും പിന്നീട് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്ക് പോകാതെ നമ്മുടെ വരുന്ന ഇൻകത്തിനകത്ത് ഈ പറയുന്ന നീഡ്സിലും വാൻസിലും നിൽക്കത്തക്ക രീതിയിൽ ക്രെഡിറ്റ് കാർഡിന്റെ സ്പെൻഡിങ് കുറയ്ക്കുക, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ തകർക്കാതെ രീതിയിൽ. അതെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിഷ്യൽ ആക്കി മാറ്റാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ EMI എങ്ങനെ നമുക്കതിനെ ബുദ്ധിപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളത് സാർ ഇപ്പൊ പറഞ്ഞു തന്നു. അതിനകത്ത് EMI വേറെ കുറച്ച് കാര്യം കൂടെ പറയാം. നമ്മുടെ ഒരു ടേക്ക് ഹോമിന്റെ എന്ന് വെച്ചാൽ ഇൻകം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻകത്തിന്റെ ഒരു 30 to 35% മാത്രമേ EMI വരാവുള്ളൂ. ഓക്കെ, അതിന് മേളിലേക്ക് വന്നാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അത് വരാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ EMI സെറ്റ് ചെയ്യാൻ. ഒരു നൂലിന്മേൽ കളി അല്ലേ? അതെ. പിന്നെ പലരും പല ലോൺസ് എടുക്കും. അപ്പൊ ഇതിന്റെ എല്ലാ EMI ഓരോ മാസവും, ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ മെന്റൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അത് വരാതെ ഒരു 1-2 EMIയിലാണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഈ പറയുന്ന ഒരു 80% നിർത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ EMI എമൗണ്ട് കൂടുക, EMIയുടെ എണ്ണം കൂടുക, ഇതൊക്കെ ക്രെഡിറ്റ് കാർഡിന്റെ തന്നെ നമുക്ക് ഈ EMI ഫെസിലിറ്റി പലതിനും തരുന്നത് ഒരു ട്രാപ്പാണ്. നോ കോസ്റ്റ് EMI എന്ന് പറയും, പക്ഷെ അതിൽ ഒരു ചെറിയ എമൗണ്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇത് നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ നമ്മളെ അതിനകത്ത് അട്രാക്ട് ചെയ്യാണ്. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്.
അതുപോലെ ഇപ്പം നമ്മളൊരു നോർമൽ സ്റ്റേഷനറി കടയിൽ പോയാൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെ എടുക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതും എടുക്കും, ആവശ്യമില്ലാത്തതും എടുക്കും. കാർഡുണ്ടല്ലോ, നീഡ്സും ഉണ്ട്, വാൻസും എല്ലാം നമ്മളൊക്കെ തൃപ്തിപ്പെടും. നമുക്ക് കാർഡുണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ അതിൽ ആ ഒരു മെന്റാലിറ്റി നമ്മൾ മാറ്റിയെടുക്കുക. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. എല്ലാം ഇങ്ങനെ എന്താ നമ്മൾ ചക്രം പോലെ ഇങ്ങനെ കറങ്ങി ഇതെല്ലാം കണക്ട്. അതുകൊണ്ടാണ് പൈസ ഒരു ചക്രമാണെന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും നമ്മളത് യൂസ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മളെ അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. യെസ്, തീർച്ചയായിട്ടും. ആൻഡ് ഇപ്പോഴത്തെ ഒരു യൂസേജ് ഓഫ് മണി എന്ന് പറയുന്നത് ഡിജിറ്റലി ഉള്ളതാണ്. അപ്പം ഡിജിറ്റലി സംടൈംസ് ഇപ്പം പലർക്കും പല രീതിയിൽ ഡിജിറ്റൽ മണി പണി തരാറുണ്ട്. അപ്പം ചിലർക്ക് ഡിജിറ്റൽ മണി യൂസ് ചെയ്യുന്നതേ അവർ അറിയുന്നില്ല. ചിലവർ ഡിജിറ്റൽ മണി ആണെങ്കിൽ അവരൊന്ന് പിടിക്കും, ലിക്വിഡ് ആണെങ്കിൽ അവരൊന്ന് അയ്യോ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കും. അപ്പം ഡിജിറ്റൽ മണി എങ്ങനെ നമുക്ക് ബുദ്ധിപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ ഉത്തരം എത്തുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം. കേൾക്കാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാം ചാക്കോ. സാർ, നമ്മൾ ഇന്ന് മണിയെ കുറിച്ച് അല്ലെങ്കിൽ പൈസയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പണിയെടുക്കുന്നത് മൊത്തം ഈ ഒരു മണിക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നമ്മളത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പൈസ വേണം. പക്ഷേ ഇത് കിട്ടുന്ന പൈസ നേരെ ചൊവ്വേ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇത് നമുക്ക് വിപത്താവാനായിട്ടും സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു സാധ്യത എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് സാർ ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ആൻഡ് അതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കറൻ്റ്ലി നമ്മുടെ ഒരു മണി ചിലവാക്കുന്ന ഒരു സ്റ്റേറ്റസ് നോക്കുവാണെങ്കിൽ മുതിർന്നവർക്കും പ്രായം കുറഞ്ഞവർക്കും പ്രായഭേദമന്യേ എല്ലാവരും ഇപ്പം ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിജിറ്റൽ മണി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. സോ ഡിജിറ്റൽ മണി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം പറഞ്ഞാട്ടെ. ഡിജിറ്റൽ മണി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇതായി വന്നിരിക്കുക. നമ്മളിപ്പോൾ എന്ത് സാധനം മേടിക്കാൻ പോയാലും ആരുടെയും പേഴ്സണൽ ലിക്വിഡായിട്ടുള്ള മണിയില്ല. എല്ലാവരും ചോദിക്കുന്ന ഉടനെ ഗൂഗിൾ പേ ഉണ്ടോ അല്ലെ ഫോൺ പേ ഉണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. സ്കാനർ എവിടെയാ, ഇങ്ങനെ ഫോൺ കൊണ്ട് നടക്കുകയാണ്. അതെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അത് ഉപയോഗിക്കാത്ത ഞാൻ കണ്ടത് കുറച്ച് വിരളമായിട്ടുള്ള മെർച്ചൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസ് കൂടിയെന്ന് ഞാൻ പറയും. കാരണം നേരത്തെ നമ്മുടെ ലിക്വിഡായിട്ട് മണി ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പൊ അതല്ല, ഇപ്പം ഡിജിറ്റൽ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഈ ക്രെഡിറ്റ് കാർഡും കൂടെ UPI ആക്കിയിട്ടുണ്ട്. അപ്പം ആൾക്കാര് സ്പെൻഡ് ചെയ്യുന്നത് കൂടി. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും ഡിജിറ്റലി നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് അവരുടെ ഒരു ട്രിക്കായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ സ്പെൻഡിങ് അങ്ങനെയും നടക്കും. ഇല്ല ക്രെഡിറ്റ് കാർഡ് യൂസ് കുറേ കാർഡ് മെഷീൻ ഉള്ളിടത്തേ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് മാറ്റി UPI ആക്കിയപ്പോഴത്തേക്ക് കൂടുതൽ സ്പെൻഡിങ് ആയി. നമ്മുടെ വീക്ക്നെസ് കയറി പിടിച്ചു. അതെ. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഇഷ്ടം പോലെ മെസ്സേജസ് ഡെയിലി വരുന്നുണ്ട്. ഡിജിറ്റലി ഓരോ കാര്യങ്ങളും ചെയ്യാമെന്നുള്ള രീതിയിൽ മെസ്സേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻകം ഡബിൾ ആക്കി തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ട്രിപ്പിൾ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം മെസ്സേജസാണ് വരുന്നത്. അപ്പം അതിലൊക്കെ പലരും വീഴുന്നുണ്ട്. ഇപ്പം ഒത്തിരി ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. നേരെ മറിച്ച് OTP ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ ഒരു സാഹചര്യം വെച്ച് വരികയാണ്, പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് OTP ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പം IT ഫയൽ ചെയ്യുമ്പോഴും ഇതിനൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പം പല ക്ലയൻസിനെ വിളിക്കുമ്പോൾ OTP തരാൻ അവർക്കൊരു മടിയാ. കാരണം ഈ OTP-യുടെ ഫ്രോഡ്സ് ആണ് കൂടുതൽ കേൾക്കുന്നത്. പേടിയുണ്ട്. അതെ. അപ്പം OTP-യുടെ ഈ ഫ്രോഡ്സ് കൂടുന്ന കാരണം നമുക്കിപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും OTP ചോദിച്ചാൽ ആൾക്കാർ മടി കാണിക്കുക. അപ്പം അങ്ങനെ ഈ OTP കൃത്യമായിട്ട് നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. ഏത് ഡിജിറ്റൽ പേയ്മെന്റ്സിനാണെങ്കിലും ഓരോന്നിലും എഴുതുമല്ലോ എന്തിനാണത് കൊടുക്കുന്നത്, OTP എന്തിന്റെയാണ് വന്നിരിക്കുന്നത്. അതൊന്നും നോക്കാതെയാണ് നമ്മൾ പലപ്പോഴും OTP കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഇൻകം ടാക്സിൽ നിന്നാന്നും പറഞ്ഞൊരു ലിങ്ക് വരും. അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാതെയാണ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പോകുന്നത് വേറെ സൈറ്റിലേക്കാണ്. നമ്മുടെ എങ്ങനെയൊക്കെ നമ്മുടെ ഇത് ലൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടുത്തം നടത്തുന്നവരാണ് കൂടുതലും ഇപ്പം വേറെ സെക്ടറിലുള്ളവർ. അപ്പം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കും തോറും നമ്മൾക്ക് ഫ്രോഡ്സ് കൂടിക്കൊണ്ടിരിക്കുക.
അപ്പം അതിനെ എല്ലാവരും എന്തെല്ലാം പ്രൊട്ടക്ഷൻ ചെയ്യാം. കൂടുതൽ ഈ പബ്ലിക് വൈഫൈയിലൊന്നും നമ്മുടെ ഈ മണി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ ഡിജിറ്റലി ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ പബ്ലിക് വൈഫൈസിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം വേണമെങ്കിൽ ട്രാപ്പ് ചെയ്യാം, ആ രീതിയിലാണ്. പിന്നെ ചെയ്യാവുന്നത് നമ്മൾ UPI അല്ലെങ്കിൽ ആർക്കും ഒന്ന് ഷെയർ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ UPIയുടെ ഒരു പാസ്വേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ OTP ആയിരിക്കാം. ഇതൊന്നും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക കഴിവതും. അതും കഴിവതും ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചിലർ ഇപ്പം വാട്സപ്പ് വഴിയൊക്കെ ചിലപ്പം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അത് ആ ഒരു പർട്ടിക്കുലർ നമ്മുടെ വാട്സപ്പ് വരെ ഹാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിവതും ഒഴിവാക്കുക. പലരും ഞാൻ കണ്ടിട്ടുണ്ട് കാർഡിന്റെ ഒക്കെ കോപ്പി വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്രോഡിനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഒരു ടു വേ പാസ്വേഡ്, അല്ലെങ്കിൽ ഇപ്പം വാട്സപ്പിന് വരെ നമുക്ക് സെപ്പറേറ്റ് ഒരു ലോഗിൻ കൊടുക്കാമല്ലോ, പാസ്വേഡ് കൊടുത്ത് കയറാം, അല്ലെ തമ്പ് വെച്ചിട്ട് ഒക്കെ. കുറച്ചുകൂടെ ഒരു ടു വേ പ്രൊട്ടക്ഷൻ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഡിജിറ്റൽ ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ആപ്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്സ് യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഫേസ്ബുക്കിലും അല്ല ഇൻസ്റ്റയിലും ഒക്കെ ഇഷ്ടം പോലെ ഷോപ്പ് നൗ എന്ന് കൊടുക്കും. നമ്മളെല്ലാവരും അതേ പോയി ക്ലിക്ക് ചെയ്യും. അതൊക്കെ വേറെ സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊന്നും ഓതറൈസ്ഡ് ആപ്സ് ഒന്നും അല്ല. പിന്നെ ഇപ്പം ഈ ഡിജിറ്റലി ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ RBI അപ്രൂവ്ഡ് ആണോ, അല്ലെ സെബി, ഇപ്പം ഒത്തിരി ഷെയർ ട്രേഡിംഗ് ആപ്സ് ഉണ്ട്, അതൊക്കെ സെബി അപ്രൂവ്ഡ് ആണോ, RBI അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് പണം നഷ്ടമാകും. അപ്പം അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് പോവുക. പലരും അതിലേക്കാണ് അബദ്ധം പറ്റി പോകുന്നത്. കാരണം ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ ലിങ്കുകളല്ലേ. അപ്പം അത്തരം ലിങ്കുകളിൽ വീഴാതിരിക്കുക എന്നുള്ള ഒരു കാര്യം. ആൻഡ് ഇക്കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിപ്പിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നമ്മൾക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇരയായി എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ 1930 എന്നുള്ള നമ്പർ നമുക്കുണ്ട്. അപ്പം ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്നത് നമ്മുടെ എന്താണോ സംഭവം എന്നുള്ളത് നമ്മുടെ സർവീസ് അവർ നടത്തുന്നതായിരിക്കും, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർ നമ്മളെ സഹായിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നമ്മൾ നേരെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. കേൾക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, അറിയാൻ ഒരുപാട് കാര്യങ്ങൾ, കേൾക്കാം അറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ സാർ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ സാറിനെ നമ്മുടെ സാമ്പത്തികമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാറ് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അത് അറിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ്. സോ ഇനിയിപ്പം ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിംഗ്, മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയതൊക്കെ. ഇപ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് ഒരു കൺഫ്യൂഷൻ നിലവിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇതുപോലുള്ള പുതിയ തരത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പം സാർ ഇതിനിടയിൽ പറഞ്ഞത് പുതിയതല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്, കോവിഡിന് ശേഷമാണ് കൂടുതലും ആളുകൾ ഇതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം അത്തരം ഇൻവെസ്റ്റ്മെന്റ്, പുതിയ തരത്തിലുള്ള ഈ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതൊന്നും ഓരോന്നായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്ന് വിശദീകരിക്കാമോ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല പല കമ്പനികളിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ത്രൂ വൺ ബ്രോക്കർ, ഏതെങ്കിലും ബ്രോക്കേഴ്സ് വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ബ്രോക്കറിൻ്റെ കീഴിലാണോ അതിലേക്ക് നമ്മൾ ഫണ്ട് ഇടുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പഠിക്കണം. അതിന് നമ്മളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ടേ എന്തെങ്കിലും ചെയ്യാവുള്ളൂ, തീരുമാനിക്കുള്ളൂ. അതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് അതുപോലെ തന്നെ വേണ്ടപ്പെട്ട് നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ ഫണ്ട് നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം അതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇപ്പം Nifty 50 എന്നൊക്കെ പറഞ്ഞാൽ
നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അറിയില്ലായിരിക്കും. നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു 50 കമ്പനികളുടെ ഷെയറാണ്. അത് ബേസ് ചെയ്താണ് നമ്മുടെ ഈ നിഫ്റ്റി ഡെയിലി ഇങ്ങനെ നമുക്ക് ചില ദിവസങ്ങളിൽ പറയും നിഫ്റ്റി മേളിലേക്കാണ്, ചില ദിവസങ്ങളിൽ നിഫ്റ്റി താഴേക്കാണെന്ന് പറയും. അത് ഈ 50 ഷെയർസിന്റെ ഒരു കയറ്റി ഇറക്കമാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പം ചില ഷെയർസ് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുമ്പോഴത്തേക്കാണ് നിഫ്റ്റി മേളിലേക്ക് പോകുന്നത്. അപ്പം ആ നിഫ്റ്റി 50 ഷെയർസ് ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പം അത് മാറിക്കൊണ്ടേയിരിക്കും. അത് 50 എന്ന് പറയുന്നത് അത് ഫിക്സഡ് അല്ല, അത് ഓരോ മാസവും അല്ലെ 2 മാസം കൂടുമ്പോൾ ഒക്കെ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതിലെ ഷെയർസിൽ നമുക്ക് ലോങ് ടൈം ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ടാക്സ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് എന്ന് വെച്ചാൽ 1 വർഷത്തിന് മേളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഷെയർസിന്റെ കേസിൽ. അപ്പം അതിന് നമുക്കിപ്പം 12.5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് 12.5% നമ്മൾ ടാക്സ് കൊടുക്കണം. നേരെ മറിച്ച് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് എന്ന് വെച്ചാൽ ഒരു ഷെയർ വാങ്ങിച്ചു നമ്മൾ 1 വർഷത്തിനുള്ളിൽ തന്നെ അത് വിറ്റെങ്കിൽ അതിന് 20% ടാക്സ് ഇപ്പോൾ വരുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ജൂലൈ മുതൽ അത് 20% സ്ലാബിലേക്ക് വന്നു. അപ്പം അതിന് നമുക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടി 20,000 രൂപ നമ്മൾ ടാക്സ് അടച്ചേ പറ്റും. അതിന് കൃത്യമായ റിട്ടേണും ഫയൽ ചെയ്യണം. ഇല്ലേ പിന്നെ നമുക്ക് അതിന് നോട്ടീസും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ള സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിച്ചു ഇന്ന് തന്നെ വിൽക്കുന്നു. അതെന്ന് പറഞ്ഞൊരു ഗാംബ്ലിങ് പോലെയാണ്. അതിന് നമുക്ക് സ്പെക്കുലേഷൻ ട്രേഡിങ്ങിന് നമുക്ക് നോർമൽ ടാക്സ് റേറ്റ് തന്നെ വരുന്നത്. പിന്നെ ഉള്ളത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു നമ്മൾ പറയുന്ന ഒരു നോർമൽ ട്രേഡിംഗ് ആയിട്ട് തന്നെ വരുന്നത്. ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അത് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പം. പിന്നെ അതൊക്കെ ഒത്തിരി നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈവൻ സ്പെക്കുലേഷൻ പോലും നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ആർക്ക് വേണമെങ്കിലും നമുക്ക് ആ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുകയോ അല്ലെ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയോ അല്ലെ കമ്പനിയുടെ ഒരു വളർച്ച കാണുകയോ ഒക്കെ അതിൽ വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഗ്രൂപ്പാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആ ഫണ്ടിൽ എല്ലാ ടൈപ്പ് ഷെയർസും കാണും. അതിലവർ സ്പ്ലിറ്റ് ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഏരിയയിലും എല്ലാ സെക്ടറിലും കാണും. അപ്പം നമ്മൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പം ആ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ സെക്ടർ ഉണ്ടെന്ന് നോക്കുക, ആ സെക്ടർ ഇപ്പം ബെനിഫിറ്റ് ആണോ നോക്കുക. അപ്പം അതെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിനെ സെലക്ട് ചെയ്യുന്നത്. അതിൽ ചിലത് ഇക്വിറ്റി ഫണ്ട്സ് കാണും. ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പ്യൂർലി ഷെയർസ് ആയിരിക്കും. ഇപ്പൊ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻകം അതിൽ നിന്ന് വരും. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെയാണ് ഡെറ്റ് ഫണ്ട്സിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം ഇക്വിറ്റിയും ഡെറ്റും കൂടെ മിക്സ് ചെയ്ത മ്യൂച്വൽ ഫണ്ട്സ് കാണും, അല്ലെങ്കിൽ ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് കാണും. അങ്ങനെ പല രീതിയിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ റിസ്ക് കുറയുകയാണ്. ഇക്വിറ്റിയാണ് കൂടുതൽ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ട്. ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിൽ നമുക്ക് ലോ റിസ്ക് ആണ്, പക്ഷെ ഹൈ റിട്ടേൺ ആയിരിക്കും. ഹൈ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇക്വിറ്റി റിസ്ക് കൂടുതലാണ്, അതനുസരിച്ച് നമുക്ക് റിട്ടേണും കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പം ഒരു ക്ലാസ് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ എന്തൊക്കെയാണ് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ സാർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അത് പറയാനാണെങ്കിൽ പിന്നെ ഒത്തിരി പറയാനുണ്ട്. ഒരുപാടുണ്ട്. അത് തന്നെ മറ്റൊരു ഷോ ആയിട്ട് നമ്മൾ പിന്നീട് എത്തുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ദാദാ ഇതൊക്കെ പറയുമ്പോഴും സാറ് കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി നമ്മൾ പാട്ടിലേക്കാണ് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ കേട്ടറിയാനായിട്ടുണ്ട്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും ഏൽക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളിന്ന് കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മണി മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് CA സാം ചാക്കോ, പാർട്ണർ JCM ആൻഡ് അസോസിയേഷൻ. സാർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഫൈനലി
നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? ഈ ഒരു മണി മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ ലിറ്ററസി, ഫൈനാൻഷ്യൽ ഫ്രീഡം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുക ഒക്കെ സാറ് പറഞ്ഞു. അപ്പം ഇനി ഒരു ബോട്ടം ലൈൻ ആയിട്ട് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഫൈനലായിട്ട് പറയാനുള്ളത് അത് തന്നെയാണ്. 50-30-20 റൂൾ കൃത്യമായിട്ട് പാലിക്കുക. ഓക്കെ. നമ്മുടെ സേവിങ്സ് കൃത്യമായിട്ട് സേഫായിട്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് കൃത്യമായി തന്നെ അതിനൊരു പ്രശ്നം വരാത്ത രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ വാൻസ് കുറച്ചാലും സേവിങ്സിൽ ഒരു കോംപ്രമൈസിൽ തയ്യാറാകാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് കൃത്യമായിട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിഷയം. ഓക്കെ. അപ്പൊ എന്തായാലും ആ 50-30-20 റൂളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. 20ക്ക് മേളിൽ പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. 50-20-30 ആയിരിക്കും. ഓക്കെ. അത് 24 നമ്മുടെ വാൻസ് അല്ലേ, ആൻഡ് 34 സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. അപ്പൊ എന്തായാലും സേവിങ്സ് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വേണം എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ളത് സാറ് വ്യക്തമാക്കി. നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുവാണെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, നമ്മളത് മനസ്സിലാക്കുന്നവരാണ്. എങ്ങനെ നമുക്കത് ബെനിഫിഷ്യൽ ആക്കി എഫക്റ്റീവ് ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടായിട്ട് വേണേൽ ചെയ്യാം. ഒന്ന് നമ്മുടെ എന്തെങ്കിലും നമ്മളൊരു പർപ്പസിന് വേണ്ടി നമുക്ക് സേവ് ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ലോങ് ടൈം, ആ രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. അതും നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഓക്കെ. അത്തരം സേവിങ്സ് എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടി ആയിക്കോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, അത് എങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ ആ സേവിങ്സ് കൊണ്ടുവരാം എന്നുള്ളത് സാർ ഇപ്പം പറഞ്ഞു തന്നു വ്യക്തമായിട്ട്. ഒരു 50-30-20 റൂള്, അല്ലെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെ ഡിസിപ്ലിൻസ് ആണ് നമ്മൾ ഈ ഒരു മണി മാനേജ്മെന്റിന്റെ ബേസിക്കലി നമ്മൾ വേണ്ടത് എന്നുള്ളതൊക്കെ സാറ് വ്യക്തമാക്കി. എനിവേ താങ്ക് യു സോ മച്ച് സാർ. അപ്പം എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പലപ്പോഴും ചില കോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പൈസ ഇട്ട് നമ്മൾ കളിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതലും അന്വേഷിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അല്ലേ, ഇങ്ങനെയൊക്കെയാണ്, അപ്പം ഇതൊക്കെ കണ്ട് അറിഞ്ഞ് വേണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെലവാക്കാൻ. കുറച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് വരണം എന്ന് തന്നെയാണ് എൻ്റെ. സ്കൂളുകളിൽ തന്നെയാണെങ്കിലും കുട്ടികൾക്ക് ആ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്സ് കുറച്ച് സേവിങ്സിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള എഡ്യൂക്കേഷനിൽ തന്നെ അത് കൊണ്ടുവരണം എന്ന് ആണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു ഭാവി മുന്നോട്ട് വരണം എന്ന് നമ്മളും പ്രതീക്ഷിച്ചുകൊണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് സാർ. ഇപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. സോ നമ്മുടെ കൂടെ നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് CA സാം ചാക്കോ, പാർട്ണർ ഓഫ് JCM ആൻഡ് അസോസിയേഷൻ. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഉയരെ ഇവിടെ കഴിയുകയാണ്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ഒരു തരത്തിൽ ഓരോ പഠനങ്ങളാണ്, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് ടൈം ഉയരയിൽ എത്തുന്നത് വരേക്കും ദിസ് ഈസ് RJ Jo signing off from ഉയരെ and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.